കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണോ അതോ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് വളരെ മികച്ച ഭരണം കാഴ്ചവെച്ച ഉമ്മൻചാണ്ടിയാണോ മികച്ച മുഖ്യമന്ത്രി എന്നാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാനായി പോകുന്നത്. ആദ്യം നമുക്ക് ആരായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് നോക്കാം. ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ, ഭരണാധികാരി എന്നീ നിലകളിൽ ഉമ്മൻചാണ്ടിയുടെ പാരമ്പര്യം കേരളത്തിന്റെ ആധുനിക വികസന ചരിത്രത്തിൽ ആഴത്തിൽ ഇഴചേർന്നിരിക്കുന്നു. അദ്ദേഹം 2004 മുതൽ 2006 വരെയും 2011 മുതൽ 2016 വരെയും സേവനമനുഷ്ഠിക്കുകയും 5 പതിറ്റാണ്ടുകളായി വിവിധ മന്ത്രിസ്ഥാനങ്ങൾ വഹിക്കുകയും ചെയ്ത മികച്ചൊരു ഭരണാധികാരിയായിരുന്നു ഉമ്മൻചാണ്ടി. അദ്ദേഹം കേരളത്തിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിലും ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്നതിലും ഭരണ പരിഷ്കരണം ഏർപ്പെടുത്തുന്നതിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാന ഭരണ നേട്ടങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൊച്ചി മെട്രോയുടെ തുടക്കമാണ്. രാഷ്ട്രീയ എതിർപ്പുകളും ഉദ്യോഗസ്ഥ കാലതാമസങ്ങളും മറികടന്ന് കൊച്ചി മെട്രോ പദ്ധതിക്ക് ഉമ്മൻചാണ്ടി നേതൃത്വം നൽകി. ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള ആദ്യഘട്ടം 2017 ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഇത് കേരളത്തിൻ്റെ നഗര നവീകരണത്തിൻ്റെ പ്രതീകമായി മാറി. അടുത്തത് സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ വികസനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസം വികേന്ദ്രീകൃതമാക്കി. മഞ്ചേരി, കോന്നി, കാസർഗോഡ് എന്നിവിടങ്ങളിൽ പുതിയ കോളേജുകൾ സ്ഥാപിക്കപ്പെട്ടു. ഇത് ജില്ലാതലത്തിൽ ആരോഗ്യ സംരക്ഷണവും മെഡിക്കൽ പരിശീലനവും ഉറപ്പാക്കി. അടുത്ത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. 2014 നിർമ്മാണം ആരംഭിച്ച കണ്ണൂർ വിമാനത്താവള പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ചാണ്ടിക്ക് കഴിഞ്ഞു. വടക്കൻ കേരളത്തിൻ്റെ കണക്ടിവിറ്റിയും സമ്പദ് വ്യവസ്ഥയും വർദ്ധിപ്പിച്ചുകൊണ്ട് 2018 ഡിസംബറിൽ ഇത് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചു. അടുത്ത് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയാണ്. തൻ്റെ പാർട്ടിക്കുള്ളിൽ നിന്നും ഇടതുപക്ഷത്തിൽ നിന്നും എതിർപ്പുകൾ ഉണ്ടായിരുന്നിട്ടും 2015 നിർമ്മാണം ആരംഭിച്ച തന്ത്രപരമായ അടിസ്ഥാന സൗകര്യ സംരംഭമായ വിഴിഞ്ഞം ആഴക്കടൽ തുറമുഖത്തിനായി ചാണ്ടി സമ്മർദ്ദം ചെലുത്തി. അടുത്ത് വൈകല്യത്തിനായുള്ള സംസ്ഥാന സംരംഭം. പിന്തുണയും പ്രവേശനക്ഷമതയും ലക്ഷ്യമാക്കിയുള്ള പരിഷ്കാരങ്ങളിലൂടെ ഭിന്നശേഷിക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയുള്ള സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഓഫ് ഡിസബിലിറ്റി പോലുള്ള സമഗ്രമായ ക്ഷേമ പരിപാടികൾ അദ്ദേഹം ആരംഭിച്ചു. അടുത്തത് തൊഴിലാളി ക്ഷേമനിധി നിയമമായിരുന്നു. കേരളത്തിൻ്റെ തൊഴിൽ അവകാശങ്ങളുടെ ഭൂപ്രകൃതിയിൽ ഒരു പ്രധാന ചുവടുവയ്പ്പായ അനൗപചാരിക മേഖലയിലെ തൊഴിലാളികൾക്ക് സാമ്പത്തികവും സാമൂഹികവുമായ സുരക്ഷ നൽകിക്കൊണ്ട് ചാണ്ടി തൊഴിലാളി ക്ഷേമനിധി നിയമം നടപ്പിലാക്കി. അടുത്ത് ഏറ്റവും കൂടുതൽ കാലം MLA ആയിരുന്ന വ്യക്തി എന്ന റെക്കോർഡാണ്. 50 വർഷത്തിലേറെയായി അദ്ദേഹം പുതുപ്പള്ളി നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചു. തുടർച്ചയായി 12 തവണ വിജയിച്ചു. കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിലെ ഒരു റെക്കോർഡായിരുന്നു ഇത്. അടുത്ത് പ്രതിസന്ധി മാനേജ്മെൻറ്റും സമവായ നിർമ്മാണവുമാണ്. ശാന്തമായ പെരുമാറ്റത്തിലും ചർച്ചാ വൈദഗ്ധ്യത്തിനും പേരുകേട്ട ചാണ്ടി കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാന പ്രശ്ന പരിഹാരകനായിരുന്നു. ആഭ്യന്തര തർക്കങ്ങൾ അദ്ദേഹം പരിഹരിക്കുകയും സഖ്യകക്ഷികളുടെ ചലനാത്മകതയെ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യുകയും ചെയ്തു. അടുത്തത് നോർക്ക പരിഷ്കാരങ്ങളാണ്. പ്രവാസി കേരളീയ കാര്യമന്ത്രി അഥവാ നോർക്ക എന്ന നിലയിൽ വിദേശത്തുള്ള, പ്രത്യേകിച്ച് ഗൾഫിലെ കേരളീയർക്കുള്ള പരാതി പരിഹാരവും പിന്തുണാ സംവിധാനങ്ങളും അദ്ദേഹം മെച്ചപ്പെടുത്തി. അടുത്തത് സുതാര്യമായ ഭരണമാണ്. ചാണ്ടിയുടെ ഭരണകാലത്ത് പൊതുജനങ്ങളുമായി നേരിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നു. അതിൽ മാസ് കോണ്ടാക്ട് പ്രോഗ്രാം ഉൾപ്പെടുന്നു. അവിടെ അദ്ദേഹം ആയിരക്കണക്കിന് പൗരന്മാരുടെ പരാതികൾ നേരിട്ട് അഭിസംബോധന ചെയ്തു. അതായത് പൊതുജനങ്ങൾക്ക് മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംസാരിക്കാനുള്ള ഒരു വഴിയായിരുന്നു സുതാര്യമായ ഭരണത്തിലൂടെ നടപ്പായത്. അങ്ങനെ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ ചാണ്ടി സാർ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുകയും അതിന് പരിഹാരം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം അടിസ്ഥാന സൗകര്യ ആസൂത്രണ വികസനത്തിലും ക്ഷേമ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. കേരളത്തിനു വേണ്ടി ഒട്ടേറെ സംഭാവനകൾ നൽകിയ വ്യക്തിയായിരുന്നു ശ്രീ ഉമ്മൻചാണ്ടി. ഒരുപാട് ഭരണ നേട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭരണകാലം സോളാറിൻ്റെ പേരിലും അതുപോലെ തന്നെ ബാർക്കോറ ആരോപണത്തിൻ്റെ പേരിലും ധാരാളം വിമർശനങ്ങൾ നേരിട്ടു. ഇനി നമുക്ക് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ ഭരണ നേട്ടങ്ങൾ നോക്കാം. അതിലൊന്നാമത്തേത് കൊച്ചി ഇടമൺ 400 kV ട്രാൻസ്മിഷൻ ലൈൻ പൂർത്തീകരണമാണ്. ദീർഘകാലമായി മുടങ്ങിക്കിടന്ന ഒരു പദ്ധതി ഒടുവിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പൂർത്തീകരിച്ചു. ഇത് കേരളത്തിൻ്റെ പവർ ഗ്രിഡിൻ്റെ വിശ്വാസ്യത മെച്ചപ്പെടുത്തി. അടുത്തത് കേരള ഫൈബർ ഒപ്റ്റീവ് നെറ്റ്വർക്കാണ്, അതായത് KFON. 20 ലക്ഷത്തിലധികം ദരിദ്ര കുടുംബങ്ങൾക്ക് സൗജന്യ ഇൻ്റർനെറ്റ് ആക്സസ് നൽകുന്നതിനും സർക്കാർ ഓഫീസുകളിലുടനീളം ഡിജിറ്റൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ഒരു സംസ്ഥാന സംരംഭമായിരുന്നു KFON. ഇലക്ട്രിക് വെഹിക്കിൾ പുഷ്. കേരളത്തിൻ്റെ സ്വന്തം ഓട്ടോ ബ്രാൻഡായ നീജീം പുറത്തിറക്കി. ഒരു പൊതുമേഖലാ സംരംഭം ആദ്യമായി ഈ വിപണിയിൽ പ്രവേശിപ്പിച്ചു.
ആരോഗ്യ സംരക്ഷണവും പാൻഡമിക് പ്രതികരണവും. ആർദ്രം ദൗത്യം. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി പുനഃസ്ഥാപിച്ചു. പരിചരണത്തിൻ്റെ ലഭ്യതയും ഗുണനിലവാരവും മെച്ചപ്പെടുത്തി. COVID-19 മാനേജ്മെൻറ്റ്. മഹാമാരിയുടെ ആദ്യ തരംഗത്തിൽ കേരളം സ്വീകരിച്ച ആദ്യകാല നിയന്ത്രണ തന്ത്രം, സമ്പർക്കം കണ്ടെത്തൽ, പൊതു ആശയവിനിമയം എന്നിവ ആഗോളതലത്തിൽ പ്രശംസിക്കപ്പെട്ടു. അടുത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി. പകർച്ചവ്യാധി തയ്യാറെടുപ്പ് വർദ്ധിപ്പിച്ചുകൊണ്ട് ആഗോള വൈറസ് ശൃംഖലയുമായി ബന്ധിപ്പിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. പൊതുമേഖലാ പരിഷ്കരണവും. പൊതുവിദ്യാലയങ്ങളിലെ ഹൈടെക് ക്ലാസ് റൂം മുറികൾ, സ്മാർട്ട് ബോർഡുകൾ, ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിച്ച് 45,000-ലധികം ക്ലാസ് മുറികൾ നവീകരിച്ചു. ഇത് പൊതുവിദ്യാലയങ്ങളിലെ പ്രവേശനത്തിൻ്റെ വർധനവിന് കാരണമായി. പൊതുമേഖലാ വികസനം. 2015-16 131 കോടി രൂപയിൽ നിന്ന് 2016-17 71 കോടി രൂപയായി പൊതുമേഖലാ സ്ഥാപനങ്ങൾ കുറഞ്ഞു. 1000 ദിവസങ്ങൾക്കുള്ളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 160 കോടി രൂപ ലാഭം നേടി. സാമൂഹ്യക്ഷേമവും ഉൾപ്പെടുത്തലും. ലൈഫ് മിഷൻ ഭവന പദ്ധതി. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭവന പദ്ധതികളിൽ ഒന്നായ ഭവനരഹിതർക്കും ഭൂരഹിതർക്കും വേണ്ടി 2 ലക്ഷത്തിലധികം വീടുകൾ നിർമ്മിച്ചു. മിനിമം വേതന പരിഷ്കരണം. തൊഴിലാളികളെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി 26 മേഖലകളിൽ മിനിമം വേതന പദ്ധതികൾ നടപ്പിലാക്കി. കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പിന്തുണ. അന്തർ സംസ്ഥാന കുടിയേറ്റക്കാർക്ക് ഗുണനിലവാരമുള്ള ഭവനങ്ങൾ നൽകുന്നതിനായി അപ്നാ ഘർ പദ്ധതി ആരംഭിച്ചു. അടുത്തത് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ഇരട്ടിയാക്കൽ. മുൻ UDF സർക്കാരിനെ അപേക്ഷിച്ച് വയോധികർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കുമുള്ള പെൻഷനുകൾ ഗണ്യമായി വർദ്ധിപ്പിക്കപ്പെട്ടു. പരിസ്ഥിതിയും സുസ്ഥിരതയും. ജലാശയം പുനരുജ്ജീവനം. 17,182 കിലോമീറ്റർ നദികളെ പുനർജീവിപ്പിച്ചു. 48,936 കിണറുകൾ റീചാർജ് ചെയ്തു. ആദ്യ 1000 ദിവസങ്ങളിൽ 9,889 കുളങ്ങൾ നവീകരിച്ചു. അംഗീകാരവും ഭരണ നേട്ടങ്ങളും. ഏറ്റവും മികച്ച ഭരണം നടക്കുന്ന സംസ്ഥാനമായി കേരളത്തെ തിരഞ്ഞെടുത്ത് തുടർച്ചയായി 3 വർഷങ്ങളിലായിരുന്നു. 2016 മുതൽ 2018 വരെ. പബ്ലിക് അഫയേഴ്സ് സെൻറ്ററിൻ്റെ ഏറ്റവും മികച്ച സംസ്ഥാനത്തിനുള്ള പുരസ്കാരം 3 വർഷങ്ങളിൽ കേരളം പിണറായി വിജയൻ്റെ കാലത്ത് നേടുകയുണ്ടായി. ഇതൊക്കെയാണ് പിണറായി വിജയൻ്റെ കാലത്തുണ്ടായ ഭരണ നേട്ടങ്ങൾ. ഇത്രയധികം ഭരണ നേട്ടങ്ങളുണ്ടെങ്കിലും പിണറായി വിജയൻ്റെ ഭരണം സ്വർണ്ണക്കള്ളക്കടത്ത്, അമിതമായ ധൂർത്ത്, പോലീസിനെ നിയന്ത്രിക്കുന്നതിനുള്ള കഴിവില്ലായ്മ എന്നിവയ്ക്ക് വിമർശിക്കപ്പെടുന്നു. ഉമ്മൻചാണ്ടിയെ പറ്റി പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് കേരളത്തിൽ അദ്ദേഹത്തിന് കിട്ടിയ സ്വീകാര്യത. ഒരു രാഷ്ട്രീയ നേതാവിനും മുമ്പ് ഒരിക്കലും ലഭിക്കാത്ത രീതിയിലുള്ള ഒരു സ്വീകാര്യതയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ സമയത്ത് കിട്ടിയത്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഇത് കിട്ടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു എന്ന് പലർക്കും തോന്നിപ്പോകുമായിരുന്നു. ഇതിൽ ആരാണ് മികച്ച മുഖ്യമന്ത്രി എന്നതിൽ ഞാനൊരു തീരുമാനം പറയുന്നില്ല. ഇത്രയധികം ഭരണ നേട്ടങ്ങൾ 2 നേതാക്കളുടെയും വിശകലനം ചെയ്ത സ്ഥിതിക്ക് ഉമ്മൻചാണ്ടിയുടേതാണോ പിണറായി വിജയൻ്റേതാണോ മികച്ച ഭരണമെന്ന് നിങ്ങൾ കമൻറ്റുകളായി അറിയിക്കുമല്ലോ.